സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടോ? യെസ്. ഓക്കെ. ക്വസ്റ്റ്യൻ ആദ്യത്തത് വായിക്കാം. മൻസബ്ദാരി നിങ്ങൾക്ക് മുഗൾസ് ആയിട്ട് റിലേറ്റ് ചെയ്തൊരു ചോദ്യം കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ ആണ് മുഗൾ, അതുമായി റിലേറ്റ് ചെയ്തൊരു ചോദ്യമാണ് ഇതിലുള്ളത്. മൻസബ്ദാരി വാസ് ദ മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെന്റഡ് ബൈ, ആരാണത് ഇംപ്ലിമെന്റ് ചെയ്തതെന്ന് അറിയോ? അക്ബർ ആണ്. അവിടെ ഒരു ചോദ്യം ഉണ്ട്. അക്ബർ ആണ്, അക്ബർ ചക്രവർത്തിയാണ് മൻസബ്ദാരി സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തത്. What does the designation Mansab refer to? മൻസബ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചത്. ഒന്നുകൂടി ചോദ്യം പറയാം. മൻസബ്ദാരി വാസ് ദ മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെന്റഡ് ബൈ അക്ബർ. What does the designation Mansab refer to? അതിന്റെ ആൻസർ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഓപ്ഷൻസ് ഉണ്ട്. The number of cavalry to be maintained by each officer. The number of cavalry to be maintained by each officer. കാണാലോ ഓപ്ഷൻ? ക്ലിയർ അല്ലേ? The number of members of infantry to be maintained by each officer. സെക്കൻഡ് ഓപ്ഷൻ ആണ്. The number of members of infantry to be maintained by each officer. Third option, the number of horses under each officer. Fourth option, the number of artillerymen under each officer. അതിൽ ഏതാ ആൻസർ വെച്ചാൽ അത് മാത്രങ്ങൾ മെൻഷൻ ചെയ്താൽ മതി. ഒരു 2 മിനിറ്റ് ഒരു ചോദ്യത്തിന് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. എക്സാമിന് അത്രയും ഉണ്ടാവില്ല. ഞാൻ മലയാളത്തിൽ കാണിക്കട്ടെ ചോദ്യം. ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് കണ്ടിട്ടുണ്ട് എന്നറിയാം. അപ്പൊ ഇനി മലയാളത്തിൽ ആ ചോദ്യം ഒന്ന് കാണിക്കുകയാണ്. അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മൻസബ്ദാരി. ഇതിൽ മൻസബ് എന്ന പദവി എന്തിനെ സൂചിപ്പിക്കുന്നു? അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മൻസബ്ദാരി. ഇതിൽ മൻസബ് എന്ന പദവി എന്തിനെ സൂചിപ്പിക്കുന്നു എന്നതാണ് ചോദ്യം. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കാലാൾ പടയിലെ അംഗങ്ങളുടെ എണ്ണം. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണം. സി, ഓരോ ഉദ്യോഗസ്ഥന്റെയും കീഴിലുള്ള കുതിരകളുടെ എണ്ണം. ഓപ്ഷൻ ഡി, ഓരോ ഉദ്യോഗസ്ഥരുടെയും കീഴിലുള്ള പീരങ്കി പടയാളികളുടെ എണ്ണം. ഇതിൽ ഏതാണ് ഓപ്ഷൻ എന്നുള്ളത് നിങ്ങളിപ്പോ എഴുതി ഉണ്ടാവും എനിക്കറിയാം. ഞാൻ ആൻസർ പറയാണ്. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കാലാൾ പടയിലെ അംഗങ്ങളുടെ എണ്ണം. അതാണ് ഉത്തരം. ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിന്റെ ആൻസർ ഒന്നുകൂടെ കാണിക്കാം. The number of cavalry to be maintained by each officer. The number of cavalry to be maintained by each officer. മൻസബ്ദാർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മിലിറ്ററി റാങ്ക് ഹോൾഡർ ആണ്. ആ ഒരു സൈന്യത്തിലെ മിലിറ്ററി റാങ്ക് ഹോൾഡർ എന്നും കൂടെ മൻസബ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം ഉണ്ട് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്യണം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാന്ന് തോന്നുന്നു അല്ലേ? ആരെങ്കിലും ഒന്ന് റിപ്ലൈ പറയൂ.
ക്വസ്റ്റ്യൻ ഒന്നുകൂടെ സൂം ചെയ്യാണ്, ശ്രദ്ധിക്കണം. കാണുന്നില്ലേ പറയട്ടോ. Who integrate the factors like land, labor and capital? Who integrates the factors like land, labor and capital? Factors of production ഉണ്ട്. 4 factors of production ആണുള്ളത്. Land, labor and capital. ഭൂമി, തൊഴിലാളികള്, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനം. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, അത് ഏതാണെന്നാണ് നിങ്ങളോട് ചോദിച്ചത്. വർക്കർ ആണോ, ഓർഗനൈസേഷൻ ആണോ, ഓർഗനൈസർ ആണോ, ക്യാപിറ്റൽ ആണോ? ഈ ലാൻഡിനും ലേബർ ക്യാപിറ്റലിനൊക്കെ ഓരോ റെന്യൂമറേഷനും ഉണ്ട്, അതും കൂടെ ഓർത്ത് വെക്കണേ. ലാൻഡിന് എന്താണ്? ലാൻഡിന് റെന്റ് കൊടുക്കുന്നു, ലേബർക്ക് വേജ് കൊടുക്കുന്നു, കൂലി കൊടുക്കുന്നു. അതുപോലെ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പലിശ. ഓർഗനൈസേഷന് പ്രോഫിറ്റ് ആണ്. ഓർഗനൈസേഷൻ, അപ്പൊ 4ാമത്തെ പോയിന്റ് കിട്ടിയല്ലോ, ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ എന്താ കിട്ടുന്നത്? പ്രോഫിറ്റ്, ലാഭമാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ആണ് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് വരുന്നത്. മലയാളം മീഡിയം സ്റ്റുഡൻസിന് കാണിക്കുകയാണേ. ഭൂമി, തൊഴിൽ, മൂലധനം തുടങ്ങിയ ഉൽപാദന ഘടകങ്ങളെ സംയോജിപ്പിക്കുന്നത് ആര് എന്നാണ് ചോദ്യം. ഓക്കെ, ഓർഗനൈസേഷൻ ആണ്. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാല് കാണിച്ചിപ്പോ. ലോകസഭ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? 3ാമത്തെ ചോദ്യം. മുതിർന്നവരുടെ സഭ, സംസ്ഥാനങ്ങളുടെ സഭ, ജനങ്ങളുടെ സഭ, തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ സഭ. ലോകസഭയും രാജ്യസഭയും റിലേറ്റഡ് ചോദ്യം പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ പ്രധാനപ്പെട്ട മേഖലകളാണ്. ഇവിടുന്നൊക്കെ ഒരു ചോദ്യം വരാൻ സാധ്യത ഉണ്ട്, ശ്രദ്ധിക്കുക. പിന്നെ ലോകസഭ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? ജനങ്ങളുടെ സഭ. ജനങ്ങളുടെ സഭ. ഇംഗ്ലീഷിൽ ചോദ്യം കാണിക്കാം. What is another name known as Lok Sabha? What is another name known as Lok Sabha? House of People. Answer മാത്രം അവിടെ എഴുതിയാൽ മതി. House of People. ജനങ്ങളുടെ സഭ. ലോകസഭ എന്ന് പറഞ്ഞ ജനങ്ങളുടെ സഭയാണ്. House of People. ഓക്കെ, ഈ 4th ക്വസ്റ്റ്യൻ പറയാം. The first woman representative of the Travancore Legislative Council. The first woman representative of the Travancore Legislative Council. ആരാണ്? ആരെങ്കിലും ഉത്തരം പറയൂ. അറിയോ? ആർക്കെങ്കിലും അറിയോ? ഡോക്ടർ പൂനൻ ലൂക്കോസ് ആണോ? യെസ്, കറക്റ്റ്. ഓപ്ഷൻ എ ആണ്, ഡോക്ടർ പൂനൻ ലൂക്കോസ് ആണ് ആൻസർ. The first woman representative of the Travancore Legislative Council, ഡോക്ടർ പൂനൻ ലൂക്കോസ് ആണ്. മലയാളം മീഡിയത്തിൽ ഒരുപാട് കുട്ടികളുണ്ടോ?
ശ്രദ്ധിച്ചോളൂ കേട്ടോ. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലെ ആദ്യ വനിതാ പ്രതിനിധി. തിരുവിതാംകൂർ നിയമനിർമ്മാണ സമിതിയിലെ ആദ്യ വനിതാ പ്രതിനിധി ഡോക്ടർ പൂനൻ ലൂക്കോസ് ആണ്. മലയാളം മീഡിയം സ്റ്റുഡൻസ്, ഞാൻ ക്വസ്റ്റ്യൻ സൂം ചെയ്ത് കാണിക്കാം. കാണുന്നുണ്ടല്ലോ അല്ലെ? സ്ക്രീൻ കാണുന്നില്ലെങ്കിലും പറയണേ. ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ ഇവിടെ സ്ക്രീൻ കാണാതെ വരും. അങ്ങനെ വരാറില്ല, ഇടയ്ക്ക് കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കാം. തിരുവിതാംകൂർ നിയമനിർമ്മാണ സമിതിയിലെ ആദ്യ വനിതാ പ്രതിനിധി ഡോക്ടർ പൂനൻ ലൂക്കോസ് ആണ്. ഇങ്ങനെ മലയാളത്തിൽ തന്നെ ചോദ്യം അഞ്ചാമത്തെ പറഞ്ഞിട്ട് ഇംഗ്ലീഷിലേക്ക് പോകാം. ഭൗമോപരിതലത്തിൽ നിന്നും താഴേക്ക് പോകും തോറും അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എങ്ങനെയാണ്? ഒന്നുകൂടി ചോദ്യം പറയാം. ഭൗമോപരിതലത്തിൽ നിന്നും താഴേക്ക് പോകും തോറും അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എങ്ങനെയാണ്? വർദ്ധിക്കും, കുറയും, അതേപടി തുടരും, ഇവയൊന്നുമല്ല. ഭൗമോപരിതലത്തിൽ നിന്നും താഴേക്ക് പോകും തോറും അന്തരീക്ഷ താപനിലയിൽ എന്താ വ്യത്യാസം ഉണ്ടാവോ? അതേപോലെ ആയിരിക്കോ? താപനില വർദ്ധിക്കും അല്ലെ? താപനില വർദ്ധിക്കും. വർദ്ധിക്കോ? വർദ്ധിക്കുന്ന പറയുന്ന എത്ര പേരുണ്ട്? കമന്റ് ചെയ്യും. കുറയുന്ന പറയുന്ന എത്ര പേരുണ്ട്? കുറയുന്നാണ് കേട്ടോ ആൻസർ. ഇംഗ്ലീഷിലാണ്. How temperature varies towards the center from the Earth's surface. How temperature varies towards the center from the Earth's surface. കുറയോ കൂടോ? ഏതായിരിക്കും സംഭവിക്കുക ഇവിടെ? കുറയുന്നാണ് ഇതില് ബി ഓപ്ഷൻ ആയിട്ട് മലയാളത്തിൽ കൊടുത്തത്. ഈ ഓപ്ഷനിലുള്ള മിസ്റ്റേക്ക് ആണോ എന്ന് അറിയില്ല. ഈ ഒരു ചോദ്യം ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് പറയട്ടോ നിങ്ങളുടെ അടുത്ത്. കാരണം സെന്ററിൽ നിന്നും ഭൂമിക്ക് അടിയിലേക്ക് പോകും തോറും ചൂട് കൂടുകയാണ് ചെയ്യാറ്. പക്ഷെ ഈ ഓപ്ഷനിൽ മലയാളത്തിൽ ഇതിൽ രണ്ടിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ബി ഓപ്ഷൻ ഇൻക്രീസ് എന്നാണ് കാണിക്കുന്നത്. ഇതായത് ആ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം, നിങ്ങളും ചെക്ക് ചെയ്യാം. ഓക്കെ, ആറാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം നമുക്ക്. ആ ചോദ്യം അവിടെ നിൽക്കട്ടെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇൻക്രീസിങ് ആണോ എന്നൊരു ഡൗട്ട് എനിക്ക്. ഡിക്രീസിങ് ആണെന്ന് മലയാളത്തിൽ കാണിച്ചപ്പോൾ ഇൻക്രീസിങ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ദ pH വാല്യൂ ഓഫ് പ്യുവർ വാട്ടർ, അത് കറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചില ക്വസ്റ്റ്യനുകളിൽ ചില മിസ്റ്റേക്സ് ഉണ്ട്, അപ്പൊ നമുക്ക് ശ്രദ്ധിച്ചിട്ട് പറയാം. ദ pH വാല്യൂ ഓഫ് പ്യുവർ വാട്ടർ, അതെല്ലാവർക്കും അറിയുന്ന, സയൻസിലും നിങ്ങൾ പഠിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ. pH വാല്യൂ, വെള്ളത്തിന്റെ pH വാല്യൂ എത്രയാണ് മൂല്യം? അത് ഓപ്ഷൻ 7 ആണ് വരിക. 7 മലയാളത്തിൽ പറയണോ? വെള്ളത്തിന്റെ pH മൂല്യം 7. ആ ഒരൊറ്റ ചോദ്യം മാത്രം ഞാൻ അവിടെ ഡിലീറ്റ് ചെയ്യാം കേട്ടോ. മറ്റൊരു ചോദ്യം അത് ഞാൻ നോക്കിയിട്ട് പറയാം. Which of the following statement is not correct? ഇവിടെ ശ്രദ്ധിക്കേണ്ട നോട്ട് കറക്റ്റ് എന്നാണ് പറഞ്ഞത്. Lakshadweep is a part of Indian subcontinent. The Andaman and Nicobar Island are not a part of Indian subcontinent. Sri Lanka is a part of Indian subcontinent. Maldives is a part of Indian subcontinent. ഏതായില്ലേ നോട്ട് കറക്റ്റ്? ആർക്കാ പറയാൻ പറ്റുക? ഓപ്ഷൻ ബി.
ഓപ്ഷൻ ബി. മലയാളത്തിൽ കാണിക്കട്ടോ. നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. എല്ലാ ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെന്റ് ആണെന്നല്ല, ചില ചോദ്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമല്ല. തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ, മലയാളം മീഡിയം സ്റ്റുഡൻസ് എഴുതിയിട്ടുണ്ടാവും വിചാരിക്കും. ഇതിൽ 8ാമത്തെ ക്വസ്റ്റ്യൻ ഇല്ല അവർക്ക്. 9ാമത്തെ ക്വസ്റ്റ്യൻ ആണുള്ളത്. തൊഴിൽ നികുതി ചുമത്തുന്നത് ആര് എന്നാണ് ചോദ്യം ഉള്ളത്. തൊഴിൽ നികുതി ചുമത്തുന്നത് ആര്? നമുക്ക് ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അവർക്ക് 8ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് പറയട്ടെ ആദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കൊമേഴ്ഷ്യൽ ക്രോപ്പ് കൾട്ടിവേഷൻ? നിങ്ങൾ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൾട്ടിവേഷൻസിനെ കുറിച്ചിട്ട്. കൊമേഴ്ഷ്യൽ ഫാമിംഗ് ഉണ്ട്, മിക്സ്ഡ് ഫാമിംഗ്, സബ്സ്റ്റൻസ് ഫാമിംഗ്. അതൊന്നൊരു ചോദ്യം ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ഗ്രീൻ റവല്യൂഷൻ, ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ആരാണ്? MS സ്വാമിനാഥൻ. അത് ആ ഭാഗത്തുനിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദ്യങ്ങളൊന്ന് വായിച്ചു വെക്കണം. അതുപോലെ തന്നെ ഗ്രീൻ റവല്യൂഷനെ കുറിച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം വായിച്ചു വെക്കുക. കൊമേഴ്ഷ്യൽ ക്രോപ്സ് എന്താണ്, മിക്സ്ഡ് ഫാമിംഗ് എന്താണ്, അതൊക്കെ ഒന്ന് പഠിക്കാം. അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പഠിക്കുക. പിന്നെ വീറ്റ് കൾട്ടിവേറ്റിംഗ് സ്റ്റേറ്റ്, റൈസ്, കോട്ടൺ, ഇങ്ങനെയൊക്കെ പറയുന്ന ചില സംസ്ഥാനങ്ങളുടെ പേര് ബോക്സുകളിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് തന്നെ പോണം. എന്താണ് കൊമേഴ്ഷ്യൽ ക്രോപ്പ്? ഏതായിരിക്കാം എക്സാമ്പിള്? കൊമേഴ്ഷ്യൽ ക്രോപ്പ് ആർക്കും അറിയില്ലേ? ഷുഗർ കെയിൻ. ഷുഗർ കെയിൻ ആണ്. ഇനി മലയാളത്തിൽ ക്വസ്റ്റ്യൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മലയാളത്തിൽ പറയട്ടോ. വാണിജ്യവിള, വാണിജ്യവിളയ്ക്ക് ഉദാഹരണം ഷുഗർ കെയിൻ ആണ്, കരിമ്പാണ്. വാണിജ്യവിളയ്ക്ക് ഉദാഹരണം കരിമ്പാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഹു ലെവീസ് ദ ലേബർ ടാക്സ് എന്നാണ്. ഇതിൽ ഓപ്ഷൻ വരുന്നത് വില്ലേജ് ഓഫീസർ എന്നാണ്. വില്ലേജ് ഓഫീസ് എന്നാണ് ഓപ്ഷനിൽ വരുന്നത്. ഹു ലെവീസ് ദ ലേബർ ടാക്സ്. അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. ഫുൾ ഫോം ഓഫ് UNDP. UNDPന്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദ്യം. എന്താണ് UNDPന്റെ ഫുൾ ഫോം എന്ന് എല്ലാവരും എഴുതിയിട്ടുണ്ടാവല്ലോ. യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. അടുത്തൊരു ചോദ്യം കൂടി ഇംഗ്ലീഷ് പറഞ്ഞിട്ട് മലയാളത്തിലേക്ക് പോവാട്ടോ. ഒറ്റ മിനിറ്റ്. UNDPന്റെ ഫുൾ ഫോം എഴുതണേ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. നിങ്ങൾക്ക് സമയം തരുന്നുണ്ട്, ഞാൻ അത്രയും ശ്രദ്ധിച്ച് ചെയ്യാം. Some places in the equatorial climatic region are transformed into big cities. Which is that city? Some places in the equatorial climatic region are transformed into big cities. Which is that city? ഏതാണ് ആ സിറ്റി എന്നാണ് ചോദ്യം. ആർക്ക് ആൻസർ പറയാൻ പറ്റുക? ഏതായിരിക്കാം ആൻസർ? അതെ, ഓപ്ഷൻ A ആണ്.
ഞാൻ ഒന്ന് മലയാളത്തിലേക്ക് കൂടെ കാണിച്ചു കൊടുക്കാം, എന്നിട്ട് തിരിച്ചു വരാം. UNDPയുടെ പൂർണ്ണരൂപം. UNDPയുടെ പൂർണ്ണരൂപം യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആണോ, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണോ? ഇങ്ങനെ ഡൗട്ട് വരും നിങ്ങൾക്ക് എക്സാമിന്. സംശയിക്കേണ്ട പ്രോഗ്രാം ആണ് കേട്ടോ. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അടുത്തൊരു ചോദ്യം, മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ ചില സ്ഥലങ്ങളിൽ വലിയ നഗരങ്ങളായി രൂപാന്തരപ്പെട്ടു. ഇങ്ങനെ രൂപപ്പെട്ട ഒരു നഗരമാണ്, ഓപ്ഷൻ എ ആണ് ആൻസർ, കോലാലംപൂർ നഗരം. കോലാലംപൂർ നഗരമാണ് ആൻസർ. സിറ്റി ഓഫ് കോലാലംപൂർ എന്നാണ് ഇംഗ്ലീഷിൽ വരിക. മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ ചില സ്ഥലങ്ങളിൽ വലിയ നഗരങ്ങളായി രൂപാന്തരപ്പെട്ടു. ഇങ്ങനെ രൂപപ്പെട്ട ഒരു നഗരം. ക്വസ്റ്റ്യൻ കാണാലോ അല്ലെ? ഞാൻ സമയം തരുന്ന നിങ്ങൾക്ക് എഴുതിയെടുക്കണമെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ്. അടുത്തൊരു ചോദ്യം കൂടെ ഞാൻ പറയാം. കേരളത്തിലെ ആദ്യത്തെ ഫിലമെന്റ് രഹിത ഗ്രാമപഞ്ചായത്ത് പീലിക്കോടാണ്. ഈ പീലിക്കോട് ഏത് ജില്ലയിലാണ് എന്നാണ് ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ ഫിലമെന്റ് രഹിത ഗ്രാമപഞ്ചായത്ത് പീലിക്കോട് ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ മലയാളത്തിൽ പറഞ്ഞിട്ട് ഞാൻ ഇംഗ്ലീഷിലേക്ക് പോട്ടെ. കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഫീച്ചേഴ്സിൽ നിന്ന് നിങ്ങൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. ഇത് ഏത് ഭൂപ്രദേശത്തിന്റെ സവിശേഷതകളാണ് എന്നാണ് ചോദ്യം. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. രാജസ്ഥാൻ സംസ്ഥാനത്തിന്റെ ഭൂരിഭാഗവും ഇതിൽ പെടുന്നു. ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറ് ഭാഗത്ത്, ക്ലൂ മാത്രാണ്, കൃഷിക്ക് ജലസേചനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് ഈ ക്ലൂവിൽ എല്ലാം അറിയണ്ടാവില്ല, പക്ഷെ ചില പോയിന്റ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ കൃഷിക്ക് ജലസേചനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എവിടെയാണ്, എന്താണെന്ന്, എല്ലാ സ്ഥലത്തും കൃഷി ചെയ്യണമെങ്കിൽ വെള്ളം വേണം. അതൊരു ക്ലൂ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പരിഗണിക്കാൻ പറ്റില്ല ചില സമയത്ത്. ഇവിടെ പറ്റും. കാരണം എന്താ, ഇവിടെ രാജസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരു മരുഭൂമിയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? രാജസ്ഥാനിൽ ഒരു മരുഭൂമി ഉണ്ടെന്ന് അറിയാം എല്ലാവർക്കും. അതേത് മരുഭൂമിയാണെന്നാണ് ചോദ്യം വരിക. അപ്പൊ രാജസ്ഥാൻ എന്നുള്ളതാണ് അവിടെ ഏറ്റവും വലിയൊരു ക്ലൂ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത്. രാജസ്ഥാനിലുള്ള ഒരു മരുഭൂമി, അതാണ് നിങ്ങൾ ഊഹിക്കേണ്ടത്. അത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, താർ മരുഭൂമിയാണ്. താർ മരുഭൂമിയാണ് രാജസ്ഥാനിലുള്ളത്. ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിന് കാണിക്കാം. ഓപ്ഷൻ 11 കോലാലംപൂർ സിറ്റി എന്നാണ് കേട്ടോ. സ്പെല്ലിംഗ് നിങ്ങൾ വായിക്കുമ്പോൾ വായിക്കാൻ ക്ലിയർ ആവില്ല. കോലാലംപൂർ എന്ന് എഴുതിയാൽ മതി. കേൾക്കാം. ആ കേൾക്കാം. കുട്ടികള് 2-3 പേര് കോഹോസ്റ്റ് ഉണ്ട്, അവര് പ്രതികരിക്കുന്നില്ലേ? ചില ആൻസേഴ്സിനുണ്ട്, ഇതിൽ ആൻസർ കാണിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് പറയുന്ന ഉത്തരം ശരിയാണ്. ആ കുട്ടികൾ 2-3 പേരുണ്ട്. ആർക്കെയാണ് കോഹോസ്റ്റ്? ഫർമിൻ ജോസ് കേൾക്കാമോ? കേൾക്കാം സാർ. കേതറിൻ, നിങ്ങൾക്ക് ആൻസർ പറയാട്ടോ. കേതറിൻ, യെസ് നിങ്ങൾ മറുപടി പറഞ്ഞോളൂ. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് ടീച്ചറോട് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ. അപ്പൊ 12ാമത്തെ ഉത്തരം ഞാൻ ഇവിടെ പറഞ്ഞു. നിങ്ങൾക്കൊന്ന് വായിച്ചു കൊടുക്കാവോ ചോദ്യം?
In which 12th district is the Perikodi the first filament-free Grama Panchayat in Kerala? ഓക്കെ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ മോനെ? In which district is Perikod the first filament-free Grama Panchayat in Kerala? ആൻസർ വേറൊരാൾ പറയൂ. കാസർഗോഡ്. കാസർഗോഡ്. അപ്പൊ അതിപ്പോ പറഞ്ഞതുകൊണ്ട് ഡൗട്ടില്ല. ഇനി അടുത്ത ഒരു വെച്ച് മിനിറ്റ് പോയി. ആ ടീച്ചർ, ഒരു മിനിറ്റ്. കാതറിൻ അതുപോലെ ഫെർമിൻ ജോസ് അവര് ഇന്നലെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി നമ്മളെ എന്തിനാ ഐറ, അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ഇന്നുണ്ടോ? ഐറ ഇല്ല. ശരി. അപ്പോ ഈ കോഹോസ്റ്റ് ആയ കുട്ടികൾ പറ്റെങ്കിലും ഒന്ന് വീഡിയോ ഓൺ ചെയ്താൽ നന്നായിരുന്നു. കാരണം ഇന്നലത്തെ ക്ലാസ് ഒക്കെ നമ്മൾ കൊടുത്തപ്പോൾ നിങ്ങൾ വീഡിയോ ഓൺ ചെയ്തപ്പോൾ യൂട്യൂബിൽ അത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായി. അപ്പൊ നിങ്ങൾ വെറും ഈ ഒരു ഐഡിയയിൽ വെച്ച് മാത്രം പറയാതെ പറ്റുമെങ്കിൽ വീഡിയോ ഓൺ ചെയ്യുക, ഒന്ന് ഫ്രഷ് ആയിട്ട് പറയുക. ഓക്കെ ടീച്ചറെ, സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാനിപ്പോ പറഞ്ഞത് തന്നെയാണ്. ഇവിടെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ആ ക്ലൂ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യണം. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ നോർത്ത് വെസ്റ്റ് ഇന്ത്യ, included most of the state of Rajasthan, on the western side of Aravalli mountain range. Irrigation has been provided for agriculture. Located in the northwest India, included most of the states of Rajasthan, on the western side of Aravalli mountain range. Irrigation has been provided for agriculture. Answer വരുന്നത് ഏതാണ്? പറയൂ. ഞാൻ പറഞ്ഞതാണ്. താർ ഡെസേർട്ട് ആണ്. താർ മരുഭൂമി, താർ ഡെസേർട്ട്. ഓപ്ഷൻ എ ആണ് താർ ഡെസേർട്ട്. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ഈ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഉൾപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ട്. അതുപോലെ ആ പാമീർ പ്ലാറ്റ്യൂവിന്റെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം. ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൽ വരുന്ന ചോദ്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. അത് കൂടാതെ ഞാൻ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയ മേഖലകളാണ്. നമുക്കൊരു ക്ലാസ്സിൽ എല്ലാം ഉൾപ്പെടുത്താൻ പറ്റില്ലെങ്കിലും അതൊക്കെ ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറയുന്നുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ. പിന്നെ മാപ്പിന്റെ ഭാഗങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം. മാപ്പിന്റെ കളേഴ്സ്, ഓരോ കളേഴ്സ് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് നോട്ട് ചെയ്യണം. അതുപോലെ ലാർജ് സ്കെയിൽ മാപ്പ്, സ്മോൾ സ്കെയിൽ മാപ്പ്, ഇതിനൊക്കെ എക്സാമ്പിൾസ് നോട്ട് ചെയ്യണം. സമയം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയൊന്ന് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ട ചില മേഖലകളാണ്. പിന്നെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ചെയ്തിട്ട് ചില അവാർഡ്സ്, അതുപോലെ സ്പോർട്സിലെ ക്വസ്റ്റ്യൻസ്, അങ്ങനെ ചില ക്വസ്റ്റ്യൻസ് ഈ ഒരു 2024 നോക്കണം. 23 കൂടി ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് തൊട്ടിട്ടൊന്ന് നോക്കണം. ലാസ്റ്റ് ഡിസംബർ, നവംബർ അങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ മതി. ഒരുപാട് ക്വസ്റ്റ്യൻ ഒന്നും കറണ്ട് അഫയേഴ്സിന് ഇല്ല, ഉണ്ടാവാറില്ല. ഒരു 5 മാർക്കിനുള്ളിൽ അത് വന്നാൽ 2 മാർക്ക് 3 മാർക്കിനൊക്കെ കാണാറുള്ളൂ. എന്നാലും നോക്കുന്നത് നല്ലതാണ്. ആ 3 മാർക്കും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതിന്റെ ആൻസർ താർ ഡെസേർട്ട് ആണ്. ഫാമിലി എക്സ്പെൻഡിച്ചർ ഇസ് ക്ലാസിഫൈഡ് ഇൻടു 2 expected expenditure. Which of the following is come under the category expected expenditure? Family expenditure is classified into 2 expected expenditure. സോറി, 2 ആണ്, രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് എക്സ്പെക്റ്റഡും മറ്റൊന്ന് അൺഎക്സ്പെക്റ്റഡും. എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പ്രതീക്ഷിക്കുന്ന ചെലവുകൾ. അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ചെലവുകൾ. ഇതില് താഴെ തന്നതിൽ എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ഏതാണ്? നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചെലവ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി. ഓക്കെ, ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നതാണ് എല്ലാ മാസവും. ഇതിൽ വരുന്ന ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും എല്ലാ മാസവും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണോ? അൺഎക്സ്പെക്റ്റഡ് ആണ്. നാച്ചുറൽ ഡിസാസ്റ്റർ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണോ? അൺഎക്സ്പെക്റ്റഡ് ആണത്. ഡിസീസസ്, അസുഖങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആണ്. നാളെ എനിക്ക് പനി വരും എന്ന് മുൻകൂട്ടി ആരും പറയാറില്ല. അതുപോലെ തന്നെയാണ് ആക്സിഡന്റ്, അതും അൺഎക്സ്പെക്റ്റഡ് ആണ്. പക്ഷെ ഇലക്ട്രിസിറ്റി ബില്ല് പറയുന്ന എല്ലാ മാസവും നമ്മൾ അടയ്ക്കേണ്ടതായ ഒരു റെഗുലർ ആയി ചെയ്യേണ്ട ഒരു എക്സ്പെൻഡിച്ചർ ആണ്, നമുക്ക് വരുന്ന എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ അതാണ് എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്.
മറ്റേതൊക്കെ ഏത് കാറ്റഗറിയാണ്? അൺഎക്സ്പെക്റ്റഡിലാണ്. ഇനി അങ്ങനെയും ചോദ്യം വരാലോ, അൺഎക്സ്പെക്റ്റഡ് ഏതാണ്? ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നത്. റിസോഴ്സസ് ഉണ്ടല്ലോ, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ. ആ റിസോഴ്സസിന് എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെക്കണം. നിങ്ങൾക്കറിയാം നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഏതാണെന്നറിയാം? കോൾ, ഫോസിൽ ഫ്യൂൾസ് ഒക്കെ. അതുപോലെ തന്നെ നാച്ചർ റിലേറ്റഡ് ഒരു ചോദ്യം അല്ലെ എൻവിറോൺമെന്റ് റിലേറ്റഡ് ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം എപ്പോഴും കാണുന്നതാണ് USS എക്സാമിന്. നേച്ചറിനെ ഏതൊക്കെയാണ്, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയെല്ലാം പ്രകൃതിയെ സംരക്ഷിക്കണം, പ്രകൃതിയിൽ എന്തെല്ലാം ദോഷങ്ങൾ ഉണ്ടാകുന്നു നമ്മൾ കാണുന്ന. ആരോ ഒന്ന് എന്റെ സ്ക്രീനിങ് ഇപ്പൊ പോയല്ലോ അല്ലെ? Yes, miss. ആരോ ഒന്ന് അറിയുമ്പോ എന്ന ഐഡിയുള്ള കുട്ടി, ആ കുട്ടിയെ റിമൂവ് ചെയ്തല്ലോ ഫർമിൻജസ്. സ്ക്രീൻ പ്രസന്റ് ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ, സ്ക്രീനിലൊന്നും കളിക്കരുത്. അപ്പൊ ഞാൻ ഷെയർ ദ സ്ക്രീൻ എന്നുള്ളതൊന്നും മാറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇനി വരൂല ടീച്ചറെ, തുടങ്ങിക്കോളൂ. അടുത്തൊരു ചോദ്യം പറയാം. ഹു ഇനോഗ്രേറ്റഡ് കുടുംബശ്രീ മിഷൻ? അതൊരു ഉത്തരം പറയാൻ പറ്റുമോ? നമ്മുടെ പ്രധാനമന്ത്രിയാണ്, പ്രീവിയസ് പ്രധാനമന്ത്രിയാണ്. ആരാണ് കുടുംബശ്രീ മിഷൻ ഇനോഗ്രേറ്റ് ചെയ്തത്? ഓപ്ഷനില്ലേ? ആർക്കും അറിയില്ലേ? AB വാജ്പേയി ആണ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? AB വാജ്പേയി, അടൽ ബിഹാരി വാജ്പേയി. 1998 എൻ്റെ ഓർമ്മ. AB വാജ്പേയി ആണ് കുടുംബശ്രീ മിഷൻ ഇനോഗ്രേറ്റ് ചെയ്തത്. ഇനി മലയാളത്തിൽ ചോദ്യം കാണിക്കട്ടോ. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. മലയാളം മീഡിയംകാർ വേഗം പറഞ്ഞിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. 14ാമത്തെ ചോദ്യമാണ് ഞാൻ അവരോട് പറയാനുള്ളത്. കുടുംബ ചെലവുകൾ പ്രതീക്ഷിച്ച ചെലവ് അഥവാ അപ്രതീക്ഷിത ചെലവ് എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, പ്രതീക്ഷിച്ചതും അപ്രതീക്ഷിച്ചതും. അതില് പ്രതീക്ഷിത ചെലവിൽ പെട്ടത് ഏതാണ് എന്നതാണ് ചോദ്യം. നിങ്ങൾ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതണ്ട, ചിലതൊക്കെ ഒന്ന് മനസ്സിലാക്കി എഴുതിയാൽ മതി. പ്രതീക്ഷിത ചെലവ് എന്ന് പറഞ്ഞാല് വൈദ്യുതി ബില്ലാണ്. ഇതിൽ ഓപ്ഷനിൽ കൊടുത്തത് ആൻസർ വരുന്നത് വൈദ്യുതി ബിൽ. ഓപ്ഷനും കൂടെ നോക്കണേ. ഇവിടെ പറയുന്നത് വൈദ്യുതി ബില്ലാണ്. പ്രതീക്ഷിത ചെലവിന് ഉദാഹരണമായിട്ട് പറയുന്നത് വൈദ്യുതി ബിൽ. അടുത്തൊരു ചോദ്യം, കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ആരാണ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്? AB വാജ്പേയി. AB വാജ്പേയി. ഓക്കെ, AB വാജ്പേയി. ഞാൻ അടുത്തതിലേക്ക് കിടക്കാം കേട്ടോ. കുറച്ച് ചോദ്യങ്ങളിലേക്ക് കാണാലോ അല്ലെ? മിഡീവൽ ഇന്ത്യ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് അല്ലെ, മുഗൾസ്. പറഞ്ഞോട്ടെ, ആ ഒന്നാമത്തെ ചോദ്യം ഒരാൾ വായിച്ചു കൊടുക്കൂ. The war that actually led to the rise of the Mughal Empire in India. Yes, the war that actually led to the rise of the Mughal Empire in India. മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ആരാണെന്ന് നമുക്കറിയാം. ആരാണ്? ബാബറാണ്. അദ്ദേഹം ഒരു യുദ്ധത്തോട് കൂടിയിട്ടാണ് ആ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്ന സമയത്ത് നടന്നൊരു യുദ്ധമുണ്ട്. ആ യുദ്ധം ഏതാണെന്ന് അറിയോ? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ആണ്. ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തോട് കൂടിയിട്ടാണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. അത് വർഷം 1526 1526 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടന്നത്. 1526. സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഏത് വർഷമാണ്? എന്നാ എക്സാമും പഠിച്ചിട്ടില്ലേ ആരൊന്നും? സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് 1556 ആണ്.
ആരൊക്കെ തമ്മിലാണ്? എല്ലാരും പോയോ? No, ആ പറയൂ. ma'am അറിയില്ല. അക്ബറും ഹെമും തമ്മിലാണ്. അക്ബറും ഹെമുവും തമ്മിലാണ് രണ്ടാം പാനിപ്പത്ത് യുദ്ധം. ഒന്നാം പാനിപ്പത്ത് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? അക്ബറും ഇബ്രാഹിം ലോധിയും. സോറി, ബാബർ. അക്ബറല്ല, ബാബറും ബാബർ. ഇബ്രാഹിം ലോധിയും തമ്മിലാണ്. ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മുഗൾ സാമ്രാജ്യം ആര് സ്ഥാപിക്കുന്നത്? അക്ബർ സ്ഥാപിക്കുന്നത്. ഓക്കെ, ടീച്ചറെ ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ. ആ. അതായത് കഴിഞ്ഞ ശനിയാഴ്ച ഇവർക്ക് KPSTയുടെ ഒരു പരീക്ഷ നടത്തിയിരുന്നു. അതിൽ ഇവർക്ക് പ്രയാസമുണ്ടെന്ന് മിക്കവാറും പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ സയൻസിലായിരുന്നു അത്രേ. അപ്പൊ സോഷ്യൽ സയൻസിന്റെ 1-2 പ്രയാസമുള്ള ചോദ്യം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് ഡിസ്കസ് ചെയ്യാമോ? ഓക്കെ, ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ആ ചോദ്യം മൊത്തം സാർ ഒന്ന് ഗ്രൂപ്പിൽ ഇട്ടാൽ അതൊന്ന് എനിക്കൊന്ന് നോക്കായിരുന്നു. ജോസിപ്പം ഗ്രൂപ്പിൽ ഇടുക. അങ്ങനെ ദിവസം അതിന്റെ ആൻസർ അതോ ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കും. അവർക്ക് 2-3 ചോദ്യം ഫസ്റ്റ് ഉണ്ട്. അതിൽ ഫെർമിൻ ജോസ് അല്ലെ കാതറിൻ, അതിൽ ഏത് ചോദ്യമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ അലക്ട് ചെയ്തത്? ആ ചോദ്യം ഒന്ന് വായിക്കാം. ചിലത് എനിക്ക് നോക്കേണ്ടി വരും, കാരണം നോക്കണ്ട, അവര് വായിച്ചോട്ടെ, നമുക്കൊന്ന് അറിഞ്ഞു വെക്കാം. അതുകൊണ്ടാണ് അറിഞ്ഞു വെക്കാം. ഞാൻ അത് ഡിസ്കസ് ചെയ്യാം. ഏത് ചോദ്യമാണ് അവർ അലക്ട് ചെയ്തത്? ആ ചോദ്യം ഒന്ന് വായിച്ചോ മക്കളെ. കാതറിൻ. സാർ ഒരു മിനിറ്റ്. അത് ഇപ്രാവശ്യം അപ്ലിക്കേഷനിൽ ഒരു ചോദ്യം വന്നിരിക്കുന്നത് സോഷ്യൽ സയൻസ് എന്നാണ് ടീച്ചർ പറഞ്ഞത്. സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫാണ് ഈ പ്രാവശ്യം പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ സയൻസും കൂടി ഇവർക്ക് അങ്ങനെ കണക്കാക്കേണ്ടി വരും. കണക്ക് ഏകദേശം ജൂലൈയിൽ തുടങ്ങിയോണ്ട് കണക്ക് കുറച്ചങ്ങ് ഈസി ആയി പോയിട്ടുണ്ട്. സോഷ്യൽ ഈ പ്രാവശ്യം ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറിയതുകൊണ്ട് പാറ്റേൺസ് ഒക്കെ മാറിയിട്ടുണ്ട്. അല്ല, മക്കൾക്ക് ഇപ്പോ ഇത് വന്നു കഴിഞ്ഞല്ലോ, ഏത് ഹോൾ ടിക്കറ്റ് വന്നല്ലോ ഇന്ന്. ഹോൾ ടിക്കറ്റ് പരീക്ഷാ തീയതിയിൽ മാറ്റമില്ല. ഇനി പരീക്ഷക്ക് തയ്യാറായി തന്നെയാ വേണ്ടത് അല്ലേ? അതെ അതെ. ഓക്കെ, ഫെർമിൻ ജോസ് ആ ക്വസ്റ്റ്യൻ കിട്ടിയോ? കാതറിൻ ആ ക്വസ്റ്റ്യൻ കിട്ടിയോ? നിങ്ങളൊരു കാര്യം, എക്സാം ഈ ക്ലാസ് കഴിയുമ്പോഴേക്ക് അത് എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ അത് നോക്കിയിട്ട് വേണ്ടത് ചെയ്യും. അതിനിടക്ക് ഒന്ന് ഫെർമിൻ ജോസ് ഒന്ന് വായിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ആൻസർ അത് ചില ചോദ്യങ്ങൾ അതിന് ആൻസർ കീ വന്നിട്ടുണ്ടാവല്ലോ അല്ലെ? കൊടുത്തു, ആൻസർ കീ എല്ലാ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ ഏത് ചോദ്യമാണ് അലക്ട് എന്നുള്ളതാണ്. ഏത് ചാപ്റ്റർ വൈസ് ആണെന്നും കൂടെ മനസ്സിലാക്കാൻ പറ്റുമോ? ചോദ്യം ഏത് ചാപ്റ്ററിനാ കൂടുതൽ ചോദ്യം വന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഫെർമിൻ ജോസിന് പറയാൻ പറ്റൂല ഏത് ചാപ്റ്ററിനാ കൂടുതൽ ചോദ്യം വന്നെന്നുള്ളത്? കാതറിന് പറയാൻ പറ്റുക? ഞാൻ മറ്റുള്ള കുട്ടികളോട് ചോദിച്ചു നോക്കട്ടെ. മറ്റുള്ള കുട്ടികളുടെ മൈക്ക് ഇപ്പോൾ ഓണാണ്. മക്കളെ ഏത് ചാപ്റ്ററിനാണ് ചോദ്യം വന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതിയെ കുറിച്ചുള്ള പാഠം. എങ്ങനെ? ഭേദഗതി. പിന്നെ ഏത് ഭേദഗതിയാണ് ചോദിച്ചതില്? ഇൻഫോർമേഷൻ ഓക്കെ, പിന്നെ ഞാൻ പറയാം മോളെ, ഞാൻ പറയാം, ശ്രദ്ധിച്ചോളൂ. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 അതാണ് ചോദ്യം വന്നത്. അതല്ലേ? അത് വളരെ ഈസിയാണ്, അതെനിക്കറിയാം. 2005 വിവരാവകാശ നിയമം എന്ന് പറയും. അത് 2005. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തൊരു ക്ലാസ് നിങ്ങൾക്ക് തരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ തരാം, ഭേദഗതികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അതിന്റെ നോട്ട്സ് എങ്കിലും ഷെയർ ചെയ്യാം. നാളെ രാവിലെ കൊടുത്തൂടെ ടീച്ചറെ ആ പാഠമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്? നാളെ രാവിലെ ഇതേ സമയത്ത് അത് തരാം. അത് വിവരാവകാശ നിയമം എന്ന് പറയുന്നത് പൊതുവായി വരുന്ന ഒരു ചോദ്യമാണ്. ഷെയർ ചെയ്യട്ടെ അല്ലേ? നമ്മളെ ഗ്രൂപ്പിലേക്ക് ക്വസ്റ്റ്യൻ കൊടുത്തേ, ഞാൻ അയച്ചു ടീച്ചർ തന്നെ വിളിച്ചാൽ മതി. ഏത് ഭേദഗതിയായിരുന്നു ചോദ്യം വന്നത് എന്നും കൂടെ പറയുള്ളൂ. മറ്റേ ആൻസർ 2005 ഇൻഫർമേഷൻ ആക്ട്. അത് ഞാൻ 114 ഉത്തരം വിടുന്നത്. 114 ഉത്തരം വരുന്നത്. ചോദ്യം ഓർമ്മയില്ല. ആർക്കും ഓർമ്മയില്ലേ? നികുതിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണോ? ആണോ?
Commercial craft was the ക്ലിയർ ആവുന്നില്ല കേട്ടോ പറയുന്നത്. commercial craft പോലത്തെ questions വന്നിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ അല്ല, ഇപ്പൊ പറഞ്ഞ ചോദ്യമായിട്ടാണോ ഇപ്പൊ പറയുന്നത്? അല്ല. അല്ല, അതല്ലാന്ന് തോന്നി. അതുകൊണ്ടാ ആ 114 എന്ന് പറഞ്ഞ ഭേദഗതി അല്ലെ? നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് ഭേദഗതികൾ അതാണ്. അപ്പൊ കുറച്ച് ഡീപ്പായിട്ട് തന്നെ പോയിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷന് ചോദ്യം. സാധാരണ കുട്ടികളോട് ചോദിക്കാറ് ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുന്നത്? 3-ാം ഭാഗം. ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഏത് ഭാഗമാണ്? 4A. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് പൊതുവെ ചോദിക്കുക. അതേപോലെ തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിള് 21A. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പറഞ്ഞോളൂ. പറഞ്ഞോളൂ. കുട്ടി പറഞ്ഞ 144 144 അല്ല 44 ഓപ്ഷനിലുള്ളത്. 44-ാം ഭേദഗതി. അതെനിക്ക് തോന്നുന്നത്, ഞാൻ ക്വസ്റ്റ്യൻ ഇതായിരിക്കുമോ എന്നാ ഞാൻ പറയട്ടെ. ക്വസ്റ്റ്യൻ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടില്ലേ, അതുകൊണ്ട് എന്തൊക്കെ തെറ്റുണ്ടെങ്കിൽ സ്വത്താവകാശം നീക്കം ചെയ്ത ഒരു ഭേദഗതി കൂടിയാണ് 44 എന്നാണ് എന്റെ ഓർമ്മ. ശരിയാണോ? വേറെ ഏതാ ചോദ്യം പറഞ്ഞോളൂ. Which article of the Constitution maintains the formation of panchayats? അത് 40 അല്ലേ മോനെ? ആർട്ടിക്കിൾ 40 ആണ്. പഞ്ചായത്തിന്റെ ഓപ്ഷൻ ആണ് പറഞ്ഞത്. ഓപ്ഷൻ 44. പിന്നെ ഏതാ ആൻസർ? 44 അല്ല വരിക. പഞ്ചായത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 40 ആണ്. 44 വരില്ലല്ലോ. 40 ഉത്തരം. നിങ്ങൾ ഡൗട്ട് ക്ലിയർ ആയില്ല. അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ ആണല്ലോ. ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ, അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് രാജും ജില്ലാ അത് ആ ക്വസ്റ്റ്യൻസ് നാളെ ഞാൻ ഡിസ്കസ് ചെയ്യാം, ആ പാഠവുമായി റിലേറ്റ് ചെയ്തിട്ട് കേട്ടോ. അത് ആർട്ടിക്കിൾ ഒന്നും ടഫായ ചോദ്യങ്ങളല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. ഈ പറഞ്ഞ 2 ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ചോദ്യം പറയുന്നതിനൊപ്പം തന്നെ എനിക്ക് പറയാൻ പറ്റിയത് വർഷങ്ങളായിട്ട് ആവർത്തിക്കുന്ന ചോദ്യങ്ങളിൽ പെട്ട തന്നെയാണ്. പഞ്ചായത്ത് രാജിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ വരുന്നത് 40 ആണ്. ആർട്ടിക്കിൾ 40. ആദ്യമായി പഞ്ചായത്ത് രാജ് കൊണ്ടുവന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരല്ലേ? രാജസ്ഥാനാണ്. അത് ഞാൻ പറയാം, അത് എളുപ്പമാണ്. 1959 അതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ നാളെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഞാനിത് പറയാം. ഇതിപ്പോ 2 ആൻസറും കിട്ടിയല്ലോ നിങ്ങൾക്ക്. ആർട്ടിക്കിൾ 40 ഭേദഗതി അല്ല കേട്ടോ. ഭേദഗതി അല്ല ചോദിച്ചത്, ആർട്ടിക്കിൾ ആണ് ചോദിച്ചത്. നേരത്തെ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഭേദഗതി 44 ചോദിച്ചതിൽ വരാൻ സാധ്യത ഉള്ളത് റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്താവകാശ ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്നും എടുത്തു കളഞ്ഞ ആർട്ടിക്കിൾ ഏതാന്നാണ്. ഓക്കെ, സ്വത്താവകാശം എടുത്തു കളഞ്ഞത് 44-ാം ഭേദഗതി പ്രകാരമാണ്. നമുക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇപ്പൊ 6 ഉള്ളത്, 7 ഉണ്ടായിരുന്നു. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നത് ഇപ്പൊ ലീഗൽ റൈറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഒരു ലീഗൽ റൈറ്റ് ആണ്. ഞാൻ പറഞ്ഞുള്ളൂ. ഇതിന്റെ കൂടെ ഇപ്പൊ പറഞ്ഞത് ആർട്ടിക്കിൾ 40 ആണ്, മറ്റേത് ഭേദഗതിയാണ്. 2 വ്യത്യാസമുണ്ട്, അത് മനസ്സിലാക്കണം. ആർട്ടിക്കിൾ 40 പഞ്ചായത്തിന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 2005 ഇൻഫർമേഷൻ ആക്ട്. അത് രണ്ടും ചോദ്യം പറയുന്നതിന് മുൻപ് തന്നെ ഉത്തരം കിട്ടാവുന്ന വളരെ ഈസിയായ ചോദ്യമാണ്. ആ ചാപ്റ്റർ ഞാൻ ഡിസ്കസ് ചെയ്യാം, ഡോണ്ട് വറി. ഞാൻ ഇന്ന് ഈ ചാപ്റ്ററിലേക്ക് തന്നെ കിടക്കുകയാണ്. സെക്കൻഡ് ചോദ്യമാണ്. ഞാൻ മലയാളം മീഡിയം കുട്ടികളോട് ചോദിക്കാം. 5 ചോദ്യം ആദ്യം ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് മലയാളത്തിലേക്ക് വരാം. രജ്പുത് ബോൺസ് സേനാ ഹീറോ, സേനാനായകൻ എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഹു ഹെൽപ്ഡ് അക്ബർ ഡിഫീറ്റ് റാണ പ്രതാപ്. റാണ പ്രതാപിനെ പരാജയപ്പെടുത്താൻ സഹായിച്ച സേനാനായകൻ ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി മാൻസിംഗ് ആണ്. മാൻസിംഗ്. A Rajput born Sena hero who helped Akbar defeat Rana Pratap. ഇതിപ്പോ സ്ക്രീന് കുറെ നേരം കണ്ടുകൊണ്ട് കുറച്ചു പേരെങ്കിലൊക്കെ എഴുതിയെടുത്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്തൊരു ചോദ്യം, അക്ബർ നാമ എന്റെ ഐനി അക്ബറി, അതൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. അക്ബർ നാമ റിട്ടേൺ ചെയ്തത് ആരാണെന്ന് എല്ലാവർക്കും അറിയുന്ന ഉത്തരാ, പറഞ്ഞോളൂ. അബ്ദുൽ ഫസൽ. അബുൾ ഫസിലാണ്. അബുൾ ഫസൽ. അക്ബർ നാമ രചിച്ചത് ആരാണ്? മലയാളം മീഡിയം സ്റ്റുഡൻസ് ചെയ്ത അബുൾ ഫസിലാണ്.
ഐനി അക്ബറി രചിച്ചതും അബുൽ ഫസലാണ്. അടുത്തൊരു ചോദ്യമാണ്, ലീലാവതി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യൻ. ലീലാവതി ഒരു കൃതിയാണ്, അത് രചിച്ചത് ആരാ? ഭാസ്കരാചാര്യ അല്ലെ? ഭാസ്കരാചാര്യ രചിച്ച കൃതിയാണ് ലീലാവതി. അത് പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആരാന്ന ചോദ്യം. ആർക്ക് ആൻസർ ചെയ്യാൻ പറ്റുക? പറയാൻ പറ്റുമോ? സി ആണ് ഓപ്ഷൻ 5C. എന്താണ് ആൻസർ? 5C ആണ് അല്ലേ ആൻസർ വരുന്നത് കേട്ടോ. അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. The first Indian ruler to organize the Hajj pilgrimage under the auspices of the government. ആരാണ് ആൻസർ വരുന്നത്? എ ആണ്, അക്ബർ. ആരാണ്? അക്ബർ. 5 ചോദ്യം പറഞ്ഞു അല്ലെ? ഇനി മലയാളത്തിൽ ഒന്ന് പറഞ്ഞോട്ടെ 5 ചോദ്യം. ശ്രദ്ധിച്ചോളൂട്ടോ. ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ ഉയർച്ചയിലേക്ക് നയിച്ച യുദ്ധം. ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ ഉയർച്ചയിലേക്ക് നയിച്ച യുദ്ധമാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം. രണ്ടാമത്തെ ചോദ്യം, റാണ പ്രതാപിനെ പരാജയപ്പെടുത്താൻ അക്ബറിനെ സഹായിച്ച രജപുത്ര വംശനായ സേനാനായകൻ മാൻസിംഗ് ആണ് ആൻസർ. അടുത്ത ഞാൻ പറഞ്ഞു അക്ബർനാമ, ഐനി അക്ബറി എന്നിവ എഴുതിയത് അബുൽ ഫസൽ. നാലാമത്തെ ചോദ്യം, ലീലാവതി പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് 5C ആണ്. 5 എഴുതിയിട്ട് C ഇട്ടിട്ടുണ്ട്, നോക്കണ്ട. 5C നിങ്ങൾ എഴുതിയാൽ മതി. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താണ്? അബുൽ ഫൈസി എന്നാട്ടോ. അബുൽ ഫൈസി. അടുത്തൊരു ചോദ്യം, സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് തീർത്ഥാടനം സംഘടിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭരണാധികാരിയാണ് ആരാണ്? ഉത്തരം ഞാൻ ഇപ്പൊ പറഞ്ഞിരുന്നു, പറയൂ. അക്ബർ. ഇനി ഒരു കുറച്ച് ക്വസ്റ്റ്യൻ മലയാളത്തിൽ പറഞ്ഞിട്ട് ഇംഗ്ലീഷിലേക്ക് വരാം കേട്ടോ. ഏതായാലും മലയാളം എടുത്തില്ലേ. അക്ബറിന്റെ കാലത്തെ മുഗൾ സാമ്രാജ്യത്തിന്റെ പൂർണ്ണ വിശദാംശങ്ങൾ നൽകുന്ന ഒരു കൃതി. അക്ബറിന്റെ കാലത്തെ മുഗൾ സാമ്രാജ്യത്തിന്റെ പൂർണ്ണ വിശദാംശങ്ങൾ നൽകുന്ന ഒരു കൃതി ഏതായിരിക്കാം ആ കൃതി? ഐനി അക്ബറിയാണോ? ഐനി അക്ബറി. ഒരു കൃതിയാണ് ഐനി അക്ബറി. അടുത്തൊരു ചോദ്യം, 1582 ദിൽ ഹിലാഹി എന്ന മതദർശനം സ്ഥാപിച്ചത്. 1582 ദിൽ ഹിലാഹി എന്ന മതദർശനം സ്ഥാപിച്ചത് ആരാണ്? അതെല്ലാവർക്കും അറിയാം അല്ലെ? ആരാണ്? അക്ബർ ആണ് ദിൻ ഹിലാഹി എന്ന മതദർശനം സ്ഥാപിച്ചത്. അടുത്തൊരു ചോദ്യം, അക്ബറിന്റെ ഭരണ സംവിധാനത്തിന്റെ ഉരുക്ക് ചട്ടക്കൂട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്താണ്? അക്ബറിന്റെ ഭരണ സംവിധാനത്തിന്റെ ഉരുക്ക് ചട്ടക്കൂട് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്താണ്? ഈ ആൻസർ മാത്രമേ ഞാൻ ഇതിൽ പറയാം. ചിലതൊക്കെ വായിക്കുന്നതിൽ പ്രിന്റിംഗ് മിസ്റ്റേക്സ് ഉണ്ട്. ആൻസർ മാത്രം മനസ്സിലാക്കി വെക്കുക. മൻസബ്ദാരി സംവിധാനമാണ്. മൻസബ്ദാരി സിസ്റ്റം. ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ്, മൻസബ്ദാരി സംവിധാനം അഥവാ സിസ്റ്റം. അടുത്ത ചോദ്യം, അക്ബർ ജസിയ നിർത്തലാക്കിയ വർഷമാണ് കേട്ടോ. നീ സി കാണുമ്പോ എന്താ വിചാരിക്കണ്ട? അക്ബർ ജസിയ നിർത്തലാക്കിയ വർഷം
ഓപ്ഷൻ 1564 ഉത്തരം വരുന്നത്. 1564. 9ന്റെ ആൻസർ. 10ാമത്തെ ചോദ്യം കൂടെ പറയാം. ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന നിർമ്മിച്ച വർഷം. എവിടെയാണ് ഇബാദത്ത് ഖാന നിർമ്മിച്ചത്? ഏത് വർഷമാണ് അക്ബർ ഇബാദത്ത് ഖാന നിർമ്മിച്ചത്? 1575 1575 1575 ഇബാദത്ത് ഖാന നിർമ്മിച്ചത്. അതെവിടെയാണ് നിർമ്മിച്ചത്? ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രിയിലാണ് കേട്ടോ. ഒരൊറ്റ മിനിറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുന്നേ ഇംഗ്ലീഷുകാർക്ക് എന്തായാലും വിഷമം വരും. ഞങ്ങൾക്ക് ഇംഗ്ലീഷിൽ കിട്ടിയില്ല എന്നുള്ളൊരു പരാതി വേണ്ട. ഞാൻ പറയാം അടുത്ത ചോദ്യം കേട്ടോ. എവിടെ എത്തിയിരുന്നു നമ്മള്? 5 ചോദ്യം കഴിഞ്ഞു അല്ലെ? 6ാമത്തെ ചോദ്യം വായിച്ചോളൂ. ഒരാൾ വായിക്കൂ. A work that gives complete details of the Mughal Emperor during Akbar's time. എന്താണ് ആൻസർ? നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ മലയാളത്തില്, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാലോ. Aini Akbar. Aini Akbari. A work that gives complete details of the Mughal Empire during Akbar's time. Okay. അടുത്തൊരു ചോദ്യം. Established in 1582, the religion in Din Ilahi എന്ന മതദർശനം സ്ഥാപിച്ചത് ആരാണ്? അക്ബറാണ്. ആരാണ്? അക്ബർ. അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. What has been described as the steel frame of the Akbar's administrative system? മൻസബ്ദാരി സിസ്റ്റം. മൻസബ്ദാരിയാണ്. മൻസബ്ദാരി സമ്പ്രദായത്തെ കുറിച്ച് 2 ചോദ്യമായി അല്ലെ? നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യം കണ്ടില്ലേ? അടുത്തൊരു ചോദ്യം. The year in which Akbar abolished ജസിയ. ജസിയ ഒരു നികുതിയാണ്. ആ നികുതി അബോളിഷ് ചെയ്ത വർഷം ഏതാണ്? 1564. Okay. അടുത്തൊരു ചോദ്യം. The year in which Akbar ഇബാദത്ത് ഖാന was built at ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഖാന അക്ബർ പണി കഴിപ്പിച്ച വർഷമാണ് 1575. 1575. അടുത്തൊരു ചോദ്യം പറയട്ടെ. Yes. Where is Akbar's tomb? അക്ബറിന്റെ ശവകുടീരം എവിടെയാണ് എന്നതാണ് ചോദ്യം. എവിടെയാ പറയാൻ പറ്റുമോ? സിക്കന്ദ്ര. യെസ്, കറക്റ്റ്. സിക്കന്ദ്രയിലാണ്. അക്ബറിന്റെ ശവകുടീരം സിക്കന്ദ്രയിലാണ് കേട്ടോ. അടുത്ത 12ാമത്തെ ചോദ്യം. The ഗ്രേറ്റസ്റ്റ് മുഗൾ എംപറർ ആരാണ്? The ഗ്രേറ്റസ്റ്റ് മുഗൾ എംപറർ ആരായിരുന്നു? പറഞ്ഞ ആളെന്നെയാണ്. ആരാണ്? നമ്മളിപ്പോ ആരെ കുറിച്ചാണ് ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിസ്കസ് ചെയ്തത് ഇപ്പോ? അക്ബർ. യെസ്, അക്ബറാണ്. ഈ ചോദ്യം പറയട്ടെ. ബീർബൽ ആരായിരുന്നു? അക്ബറിന്റെ സദസ്സിലെ പണ്ഡിത സദസ്സിൽ പെട്ട ഒരാളായിരുന്നു. നവരത്നങ്ങളിൽ അല്ലെ പെട്ട ഒരാളാണ് ബീർബൽ. ബീർബലിന്റെ ശരിയായ പേര്? മഹേഷ് ദാസ് ആണ് ബീർബലിന്റെ യഥാർത്ഥ നാമം. മലയാളത്തിലും അങ്ങനെ തന്നെ കേട്ടോ. ബീർബലിന്റെ യഥാർത്ഥ നാമം മഹേഷ് ദാസ്. ഇനി ഇതാ മൻസബ്ദാരി സിസ്റ്റം തന്നെ. വല്ലാത്തൊരു ചോദ്യമാണല്ലോ അല്ലെ? മൻസബ്ദാരി സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആണോ? നമുക്ക് നോക്കാം. ദ മൻസബ്ദാരി സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. ആരാണ് കൊണ്ടുവന്നത്? Akbar. മൻസബ്ദാരി സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് അക്ബർ. ദ ക്യാപിറ്റൽ ബിൽഡ് ബൈ അക്ബർ. ഏത് ക്യാപിറ്റലാണ് അക്ബർ? ഏത് ക്യാപിറ്റലാ? ഫത്തേപൂർ സിക്രി നിർമ്മിച്ചത് ആരാണ്? ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവന്നത് അക്ബറാണ് കേട്ടോ. 16ാമത്തെ ചോദ്യം. അക്ബർസ് ടോംബ് വാസ് പ്ലാൻഡ്. ആരാണ് അക്ബറിന്റെ ടോംബ് പ്ലാൻ ചെയ്തത്? ആരായിരിക്കാം? അക്ബർ.
അക്ബർ തന്നെയാണ്. ഒന്നിന് 20 വരെ പറയട്ടെ, എന്നിട്ട് അങ്ങോട്ടേക്ക് പോവാം. 17 അല്ലേ? ദ മോസ്റ്റ് ഫേമസ് പോയിറ്റ് ഇൻ അക്ബേഴ്സ് കോർട്ട്. ദ മോസ്റ്റ് ഫേമസ് പോയിറ്റ് ഇൻ അക്ബേഴ്സ് കോർട്ട്. ഒരു കവി, അക്ബറിന്റെ സദസ്സിൽ ഉണ്ടായിരുന്ന ഒരു ഫേമസ് ആയ കവി ആരാണെന്നാണ് ചോദ്യം. 17ന്റെ ആൻസർ എന്താ? തുളസീദാസ്. യെസ്, തുളസീദാസ് ആണ് കേട്ടോ. മ്യൂസീഷ്യൻസ് ഓഫ് ഗോളിയാർ പ്രൊമോട്ടഡ് ബൈ അക്ബർ. 18ാമത്തെ ചോദ്യം. ആൻസർ എന്താ വരുന്നത്? ടാൻസൻ. എന്താണ് ആൻസർ വരുന്നത്? ടാൻസൻ. മ്യൂസീഷ്യൻസ് ഓഫ് ഗോളിയാർ പ്രൊമോട്ടഡ് ബൈ അക്ബർ. ഉത്തരം വരുന്നത് ടാൻസൻ. അടുത്തൊരു ചോദ്യം. ദ ബ്ലൈൻഡ് പോയറ്റ് ഹു വാസ് ഇൻ അക്ബേഴ്സ് കോർട്ട്. ആരായിരുന്നു ആ കണ്ണ് കാണാത്തൊരു കവി? അടുത്തൊരു ചോദ്യം. അക്ബേഴ്സ് റവന്യൂ മിനിസ്റ്റർ. റവന്യൂ മിനിസ്റ്റർ ആരാണ് അക്ബറിന്റെ? രാജാ തോഡർമാൾ. രാജാ തോഡർമാൾ. വെരി ഗുഡ്. ഫുൾ നെയിം ആയിട്ട് തന്നെ പറഞ്ഞതിൽ രാജാ തോഡർമാൾ ആണ് കേട്ടോ. അക്ബേഴ്സ് റവന്യൂ മിനിസ്റ്റർ രാജാ തോഡർമാൾ. അടുത്തൊരു ചോദ്യമാണ്. റിട്ടൺ ബൈ രാമചരിതമാനസം ആൻഡ് വിനയ പത്രിക. ആരാണ്? തുളസീദാസ്. യെസ്, തുളസീദാസ്. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒരു 25 എണ്ണം പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി. ഏതായാലും അതുവരെ മതി വിചാരിച്ചു. മലയാളം മീഡിയം സ്റ്റുഡൻസ് ടെൻഷൻ അടിക്കണ്ട, അപ്പൊ പറയാട്ടോ. ബുലന്ദ് ദർവാസ അല്ലെ? ബുലന്ദ് ദർവാസ നിർമ്മിച്ചത് ആരാ? അക്ബർ. ജോധാബായി പാലസുകാരൻ നിർമ്മിച്ചത്? അക്ബറാണ്. ബുലന്ദ് ദർവാസ എന്ന് കേട്ടാൽ തന്നെ അറിയാം അക്ബറാണ്. പഞ്ചമഹൽ ഇതൊക്കെ അക്ബറാണ് കേട്ടോ. അടുത്തത്. ഹൂ ബിൽഡ് ദ ഇബാദത്ത് ഖാന. ഇബാദത്ത് ഖാന പണിയേൽപ്പിച്ചാണ്. ഇത്ര ചോദ്യങ്ങളല്ലേ അക്ബർ റിലേറ്റഡ് ആയിട്ടുള്ളത്. ഗേറ്റ് ഓഫ് ഫത്തേപൂർ സിക്രി. ഗേറ്റ് ഓഫ് ഫത്തേപൂർ സിക്രി. ബുലന്ദ് ദർവാസ. അതറിയുന്ന പേരാണ് എന്ത്? ബുലന്ദ് ദർവാസ. ബുലന്ദ് ദർവാസ എന്ന ഫത്തേപൂർ സിക്രിയിലെ ഗേറ്റ് ആണ്. അടുത്തൊരു ചോദ്യം. ബുലന്ദ് ദർവാസ വാസ് ബിൽഡ് ബൈ അക്ബർ ടു കമ്മമറേറ്റ് ദ റീജിയൻ ഓഫ് ഗുജറാത്ത്. നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു? 25ാമത്തെ ചോദ്യം അല്ലെ? ഗുജറാത്ത് ആണ്. അടുത്ത ചോദ്യം. വേർ ഇസ് ദ 25 ചോദ്യം ആയില്ലേ ഇപ്പൊ? ഇല്ല, 25 ചോദ്യം ആയോ? ഗുജറാത്ത് വരെയല്ലേ പറഞ്ഞ? ബുലന്ദ് ദർവാസ വാസ് ബിൽഡ് ബൈ അക്ബർ ടു കമ്മമറേറ്റ് ദ റീജിയൻ ബിഗ് കോൺകേർഡ്. ഗുജറാത്ത്. ഇനി മലയാളത്തിൽ പറഞ്ഞോട്ടെ കേട്ടോ, കാരണം അവർക്ക് മലയാളം മീഡിയം സ്റ്റുഡൻസിനെ കൂടെ പരിചയപ്പെടുത്തണല്ലോ ചോദ്യങ്ങൾ. നമ്മളിപ്പോ ഏത് തൊട്ടിട്ട് പറയാനുള്ളത്? ഇനി 10 ക്വസ്റ്റ്യൻസ് പറഞ്ഞു അല്ലെ? അക്ബറിന്റെ ശവകുടീരം എവിടെയാണെന്നാണ്. എവിടെയാണ്? ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്ക. എവിടെയാണ്? സിക്കന്ദ്ര. മഹാനായ മുഗൾ ചക്രവർത്തിയാണ് അക്ബർ. എന്താ ഒരു ക്ഷീണം പോലെ? എനർജി ഇല്ലേ? രാവിലെ തന്നെയല്ലേ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്ന സമയല്ലേ രാവിലെ ഏറ്റവും കൂടുതൽ. നല്ല മിടുക്കരായിട്ട് ഉത്തരം പറയൂ ട്ടാ. അടുത്ത ചോദ്യം എന്താന്ന് വായിക്കൂ. ബീർബലിന്റെ യഥാർത്ഥ പേര്? മഹേഷ് ദാസ്. മൻസബ്ദാരി സമ്പ്രദായം നിലവിൽ വന്നു. ആരാ കൊണ്ടുവന്നത്? അക്ബർ നിർമ്മിച്ച തലസ്ഥാനം? ഫത്തേപൂർ സിക്രി.
അക്ബറിന്റെ ശവകുടീരം ആസൂത്രണം ചെയ്തിരുന്നത് അക്ബർ അക്ബർ തന്നെയാണ്. അക്ബറിന്റെ കൊട്ടാരത്തിലെ ഏറ്റവും പ്രശസ്തനായ കവിയാണ് തുളസീദാസ്. ഗോളിയോറിലെ സംഗീതജ്ഞൻ അക്ബർ സ്ഥാനക്കയറ്റം നൽകി. ആരായിരുന്നു ആള്? അല്ലെ? അടുത്തൊരു ചോദ്യം. അക്ബറിന്റെ രാജസദസ്സിലുണ്ടായിരുന്ന അന്ധനായ കവിയാണ് സൂർദാസ്. അക്ബറിന്റെ റവന്യൂ മന്ത്രി രാജാ തോഡർമൽ. രാമചരിതമാനസവും വിജയപത്രികയും ചേർന്ന് എഴുതിയതാരാണ്? രാമചരിതമാനസം തുളസീദാസ്. ബുലന്ദ് ദർവാസ, ജോധാബായിയുടെ കൊട്ടാരം, ഫത്തേപൂർ സിക്രി, പഞ്ചമഹൽ എന്നിവ നിർമ്മിച്ചത് ആരാണ് ഇബാദത്ത് ഖാന പണിതത്? ഫത്തേപൂർ സിക്രിയുടെ കവാടം അറിയപ്പെടുന്നത് ബുലന്ദ് ദർവാസ. അക്ബർ കീഴടക്കിയ പ്രദേശത്തിന്റെ സ്മരണയ്ക്കായി ബുലന്ദ് ദർവാസ നിർമ്മിച്ചത് ഏത്? അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ഇന്നൊരു 20 ചോദ്യങ്ങളോളല്ലേ, 19 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത്. അത് കൂടാതെ റിലേറ്റഡ് കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ എല്ലാവരും മൈക്ക് ഓഫ് ആയിട്ട് ഞാൻ പറയട്ടെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി, ഞാനത് റിപ്ലൈ തരാം. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ തന്നെയാണ് ചോദ്യങ്ങളായി വരുന്നത്. നന്നായിട്ട് വായിക്കുക. ഡൗട്ടൊന്നും ഇല്ലല്ലോ? നിങ്ങൾക്ക് ഡൗട്ടുള്ള ഭാഗം നിങ്ങൾ പറഞ്ഞ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ക്ലാസ് ഞാൻ തരാം കേട്ടോ. പഞ്ചായത്ത് രാജിന്റെ ചാപ്റ്റർ വരുന്നത് നോക്കട്ടെ. അത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തി തരാം. ടീച്ചർ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിലോട്ട് ഇടുവോന്നൊരു കുട്ടി ചോദിച്ചിട്ടുണ്ട്. ഇടാം ഗ്രൂപ്പിലിടാം കേട്ടോ. ഓക്കെ, നല്ല ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യല്ലേ? സമയം കഴിഞ്ഞോ? 36 ഓക്കെ. അപ്പം നിങ്ങക്ക് ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം. സാറടുത്ത് ടൈപ്പ് ചെയ്ത് അയച്ചാലും മതി. ഓക്കെ, കൂടുതലായിട്ടുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട. ഈ സമ്പ്രദായങ്ങളെ കുറിച്ചൊക്കെയാണ് കൂടുതൽ ചോദ്യം വരുന്നത്. അതാണ് അക്ബർ കൊണ്ടുവന്ന സിസ്റ്റം. ടീച്ചർ ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ, മക്കൾക്ക് സോഷ്യൽ സയൻസിന്റെ ക്ലാസ് ഇഷ്ടായോ? എന്ത് പറയുന്നു? ക്ലാസ്സുകള് യൂട്യൂബില് ഇന്ന് വരും. നിങ്ങൾക്ക് യൂട്യൂബിൽ ആ ക്ലാസ്സുകളുടെ കാണാം, സംശയമൊക്കെ തീർക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്താൽ മതി. ടീച്ചർക്ക് കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്ന KPSTയുടെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ടീച്ചറുടെ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്. ടീച്ചർ നമ്മൾ ഗ്രൂപ്പിൽ മനസ്സിലാക്കുന്നത് ഇല്ലെങ്കിൽ തന്നെ വിളിച്ചാൽ മതി. അപ്പോ അത് നോക്കിയിട്ട് നാളെ പറ്റെങ്കിൽ ആ കുട്ടികൾക്ക് സോഷ്യലാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോ കണ്ണൂർ ജില്ലയിലൊക്കെയുള്ള കുറെ കുട്ടികൾ പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ കുറച്ച് പ്രയാസമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രയാസം നമുക്ക് ഈ ഒരു പരീക്ഷയോടുകൂടി അവർക്ക് തീർത്തു കൊടുത്തുണ്ടേ ടീച്ചറെ? പിന്നെ സയൻസിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നാളെ രാവിലെ 5:30 മണിക്ക് ക്ലാസ് ഉണ്ട്. എല്ലാ കുട്ടികളും അതിന് തയ്യാറാവുക. നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വാട്സപ്പ് ചെയ്ത് തരാം. ഞാൻ ഗ്രൂപ്പ് ഓൺ ചെയ്ത് വെക്കാത്തെന്ന് പറഞ്ഞാൽ പരമാവധി മെസ്സേജുകൾ വരുന്നതുകൊണ്ടാണ്. മക്കൾ അതൊന്ന് ശ്രദ്ധിക്കുക. ശരി, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഓരോരുത്തർ വന്നിട്ട് ചോദിക്കാം. പിന്നെ കാതറിനും അതുപോലെ ഫെർമിൻ ജോസൊക്കെ കോഹോസ്റ്റ് ആവുന്നുണ്ട്. അപ്പൊ കോഹോസ്റ്റ് ആകുന്ന ഏരിയ കുട്ടികൾക്ക് അവസരമുണ്ട് കോഹോസ്റ്റ് ആവാൻ. അപ്പൊ കോഹോസ്റ്റ് ആവുന്ന കുട്ടികൾ പറ്റുമെങ്കിൽ വീഡിയോ ഓൺ ചെയ്താൽ നന്നായിരുന്നു. കാരണം നമ്മളൊരു കാര്യം റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ റെക്കോർഡിങ്ങിലേക്ക് പോകുന്ന സമയത്ത് കുട്ടിയുടെ പിക്ചർ കാണാതെ സൗണ്ട് മാത്രം പോകുമ്പോൾ മറ്റുള്ള കുട്ടികൾ കാണാത്ത, ഈ ക്ലാസ് കയറാത്ത കുട്ടികൾക്ക് അത് ആസ്വദിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് കോഹോസ്റ്റ് ആവുന്ന കുട്ടികൾ വീഡിയോ ഓൺ ചെയ്യാൻ പറഞ്ഞത്. കൂടുതൽ കുട്ടികൾക്ക് കോഹോസ്റ്റ് ആവാം. ക്ലാസ് തുടങ്ങുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ് 86 86 17 17 29 എന്ന നമ്പറിൽ എന്നെ വിളിച്ചാൽ മതി.
ഇനി മക്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. മിസ് ഇല്ല, പറയൂ. അക്ബർ എന്നാണ് മരിച്ചത്? 1605. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലെ? മരിച്ച വർഷമൊന്നും അങ്ങനെയല്ല, അവര് കൊണ്ടുവന്ന സമ്പ്രദായങ്ങളാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. മരിച്ച വർഷം ചോദിക്കൂ എന്നുള്ളതിനേക്കാളും ഒരുപാട് ക്വസ്റ്റ്യൻ അക്ബർ റിലേറ്റഡ് ഉണ്ട്. അപ്പൊ നിങ്ങള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. 1605 അക്ബർ മരിച്ചത്. ഓക്കെ അല്ലേ? ഇനി എന്താ ഗ്രൂപ്പിൽ നിങ്ങൾ അയച്ചാൽ മതി കേട്ടോ. ഗ്രൂപ്പിലിടോ? ഗ്രൂപ്പിലിടും. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. ശരി.